വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് കലണ്ടറുകളെ കുറിച്ചാണ്. കലണ്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ? അപ്പൊ കലണ്ടർ എന്ന് പറയുന്നത് കലണ്ടെ എന്ന ലാറ്റിൻ വാക്കിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് കലണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കലണ്ടർ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. കലണ്ടെ എന്ന ലാറ്റിൻ വേർഡ് ആണ്. ഇതിന്റെ മീനിങ് എന്താ അറിയോ നിങ്ങൾക്ക്? കണക്ക് കൂട്ടുക എന്നാണ്. അപ്പൊ കണക്ക് കൂട്ടുക എന്നർത്ഥം വരുന്ന കലണ്ടെ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കലണ്ടർ എന്ന പദം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ദേശീയ കലണ്ടർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമ്മുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷാണ് നമ്മുടെ ദേശീയ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ, നാഷണൽ കലണ്ടർ ഓഫ് ഇന്ത്യ, ശകവർഷാണ്. ഇത് AD 78 കനിഷ്കൻ, കുശാന വംശത്തിലെ പ്രശസ്തനായിട്ടുള്ള രാജാവായ കനിഷ്കൻ ആരംഭിച്ചതാണ് ശകവർഷം എന്ന് പറയുന്ന കലണ്ടർ. ഈ കനിഷ്കന്റെ ശകവർഷം എന്ന് പറയുന്ന കലണ്ടറിനെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത് 1957 മാർച്ച് 22-നാണ്. അപ്പൊ 1957 മാർച്ച് 22 മുതൽ ശകവർഷം ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി. ശകവർഷത്തിലെ ആദ്യ മാസം ഏതാണ്? പരീക്ഷയുടെ ചോദ്യമാണ്. ശകവർഷത്തിലെ ആദ്യത്തെ മാസത്തെ ചൈത്രം എന്ന് വിളിക്കുന്നു. ശകവർഷത്തിലെ അവസാന മാസത്തെ ഫാൽഗുനം എന്ന് വിളിക്കുന്നു. ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രാണ്, അവസാന മാസം ഫാൽഗുനാണ്. അപ്പൊ ഇന്ത്യക്ക് ദേശീയമായിട്ട് ഒരു കലണ്ടർ ഉണ്ട്, നമ്മുടെ നാഷണൽ കലണ്ടർ ഉണ്ട്. എങ്കിലും നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന കലണ്ടർ ശകവർഷമല്ല. നമ്മൾ മാത്രമല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യാപകമായി ഉപയോഗിക്കുന്ന കലണ്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രിഗോറിയൻ കലണ്ടറാണ് നമ്മൾ ഉത്തരം പറയാം. എന്താണ് കലണ്ടറിന്റെ പേര്? ഗ്രിഗോറിയൻ കലണ്ടർ. അല്ലാതെ തിലകൻ പറയുന്ന പോലെ കലണ്ടർ മനോരമ തന്നെ എന്നുള്ള മനോരമയോ അല്ലെങ്കിൽ മാതൃഭൂമി കലണ്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ജ്വല്ലറിയുടെ കലണ്ടറോ അതൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ. നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രിഗോറിയൻ കലണ്ടറാണ്. AD 1 അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ. AD 1 അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ. നമ്മുടെ ഗ്രിഗറി മാർപ്പാപ്പ മൂന്നാമന്റെ കൽപ്പനയനുസരിച്ച് അലോഷിയസ് ലിലിയസ് എന്ന് പറയുന്ന ബിഷഗ്വരനാണ് ഗ്രിഗോറിയസ് കലണ്ടർ രൂപകൽപ്പന ചെയ്തത്. ഗ്രിഗറി മാർപ്പാപ്പ മൂന്നാമന്റെ കൽപ്പന അനുസരിച്ച് അലോഷിയസ് ലിലിയസ് എന്ന് പറയുന്ന ബിഷഗ്വരനാണ് ഗ്രിഗോറിയസ് കലണ്ടർ രൂപകൽപ്പന ചെയ്തത്. ക്ലിയർ ആയല്ലോ? 1582 അങ്ങനെ ഗ്രിഗറി മാർപ്പാപ്പ മൂന്നാമൻ സ്ഥാപിച്ച കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ. അപ്പൊ ഗ്രിഗോറിയൻ കലണ്ടർ സ്ഥാപിച്ച വർഷം 1582. ഈ ഗ്രിഗോറിയൻ കലണ്ടറിന് മുന്നേ നമ്മൾ വേറൊരു കലണ്ടർ യൂസ് ചെയ്തിരുന്നു. ആ യൂസ് ചെയ്തിരുന്ന കലണ്ടറിന്റെ പേര് ജൂലിയൻ കലണ്ടർ എന്നാണ്. എന്താണ്? ജൂലിയൻ കലണ്ടർ. അപ്പൊ ആ ജൂലിയൻ കലണ്ടറിന്റെ പോരായ്മ പരിഹരിച്ചുകൊണ്ടാണ് ഗ്രിഗോറിയൻ കലണ്ടർ നമ്മൾ രൂപപ്പെടുത്തിയത്. അപ്പൊ ഏത് കലണ്ടറിന്റെ പോരായ്മ പരിഹരിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ? ജൂലിയൻ കലണ്ടറിന്റെ. ജൂലിയൻ കലണ്ടറിലും നമ്മുടെ കലണ്ടർ പോലെ തന്നെ 365 ദിവസമൊക്കെയാണ്. നമ്മൾ 365 ദിവസമാണെന്നാ പറയാ അല്ലെ. ഇനി അതുപോലെ തന്നെ BC 46 നമ്മൾ AD 1 അടിസ്ഥാനമാക്കിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് BC 46 സോസി ജിൻസി, ആരാണ്? സോസി ജിൻസി എന്ന വാനശാസ്ത്രജ്ഞന്റെ ഉപദേശപ്രകാരം ജൂലിയസ് സീസർ ആരംഭിച്ച കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ. മനസ്സിലായോ? ആ BC 46 സോസി ജിൻസി എന്ന വാനശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഉപദേശപ്രകാരം ജൂലിയസ് സീസർ ആരംഭിച്ച കലണ്ടറിന്റെ പേരാണ് ജൂലിയൻ കലണ്ടർ എന്നറിയപ്പെടുന്നത്. ഇനി പ്രത്യേകത എന്താണ്? അതിവർഷം, അതായത് ലീപ്പ് ഇയർ ഉണ്ടല്ലേ, നമുക്കറിയാം. ഈ ലീപ്പ് ഇയർ എന്ന ആശയം ആദ്യം അവതരിപ്പിച്ചതും ഏത് കലണ്ടർ തന്നെയാണ്? ജൂലിയൻ കലണ്ടർ തന്നെയാണ്. അപ്പൊ ലീപ്പ് ഇയർ എന്ന് പറയുന്ന ആശയം ആദ്യം അവതരിപ്പിച്ചത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജൂലിയൻ കലണ്ടർ തന്നെയാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് നമുക്ക് അറിയുന്ന ഒരു ചോദ്യം കേട്ടോ, സിമ്പിൾ ആണ്. മലയാളം കലണ്ടർ ഏതാണ്? കൊല്ലവർഷമാണ്. അപ്പൊ മലയാളം കലണ്ടർ ഏതെന്ന് ചോദിച്ചാൽ കൊല്ലവർഷമാണ്. ഇനി കൊല്ലവർഷം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ വളരെ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവാം. AD 825 AD 825 ആരംഭിച്ച കലണ്ടറാണ് കൊല്ലവർഷം. മലയാളം കലണ്ടർ ആദ്യത്തെ മാസം ചിങ്ങാണ്, അവസാനത്തെ മാസം എന്താണ്? കർക്കിടക മാസമാണ്. ഇനി അടുത്തത് തമിഴ് കലണ്ടർ ഉണ്ട്.
തമിഴ് കലണ്ടറിൽ എന്തിനെ ആസ്പദമാക്കിയാണ് ആ കലണ്ടർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനെ ആധാരമാക്കി നിർമ്മിച്ച കലണ്ടറാണ് തമിഴ് കലണ്ടർ. ഈ തമിഴ് കലറിന്റെ ആദ്യത്തെ മാസത്തെ ചിത്തിരൈ എന്നും തമിഴ് കലറിന്റെ അവസാനത്തെ മാസത്തെ പങ്കുനി എന്നും വിളിക്കുന്നു. തമിഴ് കലറിന്റെ ആദ്യത്തെ മാസത്തെ ചിത്തിരൈ എന്നും അവസാനത്തെ മാസത്തെ പങ്കുനി എന്നും വിളിക്കുന്നു. ഇനി ഇസ്ലാം മതക്കാരുടെ ഔദ്യോഗിക കലണ്ടർ ഹിജ്റയാണ്. ഇസ്ലാം മതക്കാരുടെ ഔദ്യോഗിക കലണ്ടർ ഹിജ്റയാണ്. നമ്മുടെ മുഹമ്മദ് നബി മെക്കയിൽ നിന്നും മെദീനയിലേക്ക് പലായനം ചെയ്ത AD 622 ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. അപ്പൊ ഹിജ്റ വർഷം ആരംഭിക്കുന്നത് എന്നാണ്? AD 622. അപ്പൊ ഇസ്ലാം മതത്തിലെ ഔദ്യോഗിക കലണ്ടർ ഹിജ്റയുടെ വർഷം ആരംഭിക്കുന്നത് AD 622. മുഹമ്മദ് നബി മെക്കയിൽ നിന്നും മെദീനയിലേക്ക് പലായനം ചെയ്ത വർഷമാണ് AD 622 എന്ന് ഓർക്കുക. ഇനി ഈ ഹിജ്റ വർഷത്തിന്റെ ആദ്യത്തെ മാസം, ഹിജ്റ കലണ്ടറിന്റെ ആദ്യത്തെ മാസം മുഹറം എന്നും അവസാന മാസത്തെ ദുൽഹജ് എന്നും വിളിക്കുന്നു. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ മാസം മുഹറം എന്നും അവസാന മാസം ദുൽഹജ് എന്നും വിശേഷിപ്പിക്കുന്നു. അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ്, അതായത് 2012 ലോകം അവസാനിക്കുന്ന ഒരു കലണ്ടർ പറയേണ്ടായി. ഏതാണ് ആ കലണ്ടർ? മായൻ കലണ്ടർ. ഇപ്പൊ 2025 അവസാനിച്ചിട്ടില്ല അല്ലെ? 2012 ഡിസംബർ 21 ലോകം അവസാനിക്കുമെന്ന് പ്രവചിച്ച കലണ്ടർ മായൻ കലണ്ടറാണ്. പക്ഷെ മായൻ കലണ്ടർ ഇപ്പോഴും പിന്തുടരുന്ന കുറെ അധികം രാജ്യങ്ങളുണ്ട്. ആരൊക്കെയാണ് മായൻ കലണ്ടർ പിന്തുടരുന്നത്? മെക്സിക്കോയില് മായൻ കലണ്ടറാണ്. അതുപോലെ ഗ്വാട്ടിമാല, മെക്സിക്കോ, ഗ്വാട്ടിമാല, ഹോണ്ടുറാസ്, മെക്സിക്കോ, ഗ്വാട്ടിമാല, ഹോണ്ടുറാസ്, എൽ സാൽവദോർ എന്ന് പറയുന്ന ഒരു രാജ്യം. വളരെ റെയർ ആയിട്ടുള്ള പേരാണ് അല്ലെ? അത് നമ്മൾ അധികം കേൾക്കാത്ത ഒരു പേരാണ്. എൽ സാവദോർ, ഹോണ്ടുറാസും ഗ്വാട്ടിമാലയും മെക്സിക്കോ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്വാട്ടിമാല കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹോണ്ടുറാസ്, ഗ്വാട്ടിമാല, അതുപോലെ മെക്സിക്കോ കൂടാതെ എൽ സാൽവദോർ എന്ന് പറയുന്ന രാജ്യത്തും എന്ത് കലണ്ടറാ പിന്തുടരുന്ന 4 ഓപ്ഷൻ അല്ലെ തരാൻ പറ്റിയതാണ് മായൻ കലണ്ടർ. അപ്പോ മായൻ കലണ്ടറിൽ എത്ര മാസം ഉണ്ട് ചോദിച്ചാൽ എന്താ പറയാ 18 മാസം ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു മാസത്തിൽ 20 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഒരു മാസത്തിൽ 20 ദിവസം വരുന്ന 18 മാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കലണ്ടറാണ് ഏത് പറയുന്നത്? മായൻ കലണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കലണ്ടറിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കലണ്ടർ കൊണ്ടുവന്നത്. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, ചിലത് നമുക്ക് അറിയാത്തതായിരിക്കും. അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഉപയോഗമാവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം ടോപ്പിക്കുകൾ നമ്മൾ നമ്മുടെ ചെറിയ ക്ലാസ്സുകളായിട്ട് GK റാങ്ക് കോർണറിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.